ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. ഇപ്പോൾ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബട്ടർ മിൽക്കിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഫ്ലോറും ബട്ടർ മിൽക്കും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ബാറ്റർ ഇതിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാം. സ്റ്റൗ ടോപ്പിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ ബാറ്റർ ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ബേക്ക് ചെയ്യാം. ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്യൂവർ വെച്ചിട്ട് കേക്ക് വെന്തിട്ടുണ്ടോയെന്ന് നോക്കുന്നുണ്ട്. സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.